പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ തൊള്ളയിൽ ഈത്തപ്പഴം സാലിഹായ മനുഷ്യന്റെ വായിലിട്ട് ഒതുക്കിയതിന് ശേഷം ആ ഈത്തപ്പഴത്തിന്റെ നീരും സാലിഹായ മനുഷ്യന്റെ ഉമിനീരിന്റെ അംശവും ചേർത്ത് ബറക്കത്തുള്ള വസ്തു ആദ്യമായി പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ തൊള്ളയിൽ തൊട്ടുകൊടുക്കുന്ന തഹ്നീക്ക്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹിബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുഞ്ഞിന്റെ തൊള്ളയിൽ അവിടുത്തെ വായിലിട്ട് ഒതുക്കിയ ഈത്തപ്പഴത്തിന്റെ നീരും അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരിന്റെ അംശവും ചേർത്ത് തൊട്ടുകൊടുത്തത് മുതൽ സുന്നത്തായി ലോകം മനസ്സിലാക്കിയിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. അത് ശാരീരികമായ ഭക്ഷണത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ്. ഈ മുതബറക്കായ നല്ല മനുഷ്യന്റെ നല്ല തൊള്ളയിലെ നല്ല ഉമിനീര്, ഖുർആൻ പാരായണം ചെയ്യുന്ന, ദിക്റ് ചൊല്ലുന്ന, സലാത്ത് ചൊല്ലുന്ന, നല്ലത് പറയുന്ന, സത്യം പറയുന്ന തൊള്ളയിലെ ഉമിനീരിന്റെ കലർപ്പുള്ള ഈത്തപ്പഴത്തിന്റെ നീര് തൊട്ടുകൊടുക്കുക എന്ന തഹ്നീക്ക്, അതിലൂടെ ബറക്കത്തുള്ള ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് ആത്മീയമായ ഭക്ഷണമാണ് ഒരു കുട്ടിക്ക് നൽകുന്നത്. ആ ആത്മീയ ഭക്ഷണമാണ് വലത്തേ ചവിട്ടിൽ ബാങ്കും ഇടത്തേ ചവിട്ടിൽ ഇഖാമത്തും. വലതു ചവിട്ടിൽ ആദ്യം തന്നെ കേൾപ്പിക്കുന്ന വാചകം അല്ലാഹു അക്ബർ, അല്ലാഹ് എന്ന വാചകമാണ്. അല്ലാഹ് എന്ന പേരാണ് അലമുൻ ലിൽദാത്തിൽ വാജിബിൽ വജൂദ് അൽ മുസ്തജ്മഇ ലിജമീഇ സിഫാത്തിൽ കമാൽ. എല്ലാ പരിപൂർണതയുടെയും വിശേഷണങ്ങൾ ഒത്തുചേർന്ന, ഒരു ന്യൂനതയും ഒരു വിധത്തിലും സംഭവിക്കാത്ത ഉള്ളവനായിരിക്കുക എന്നത്, തുടക്കമില്ലാതെ ഉള്ളവനും ഉള്ളവനായിരിക്കും എന്നത് ബുദ്ധി എപ്പോഴും വിളിച്ചോതുന്നവനുമായ, അസ്തിത്വം നിർബന്ധമായ അല്ലാഹ് എന്ന ആ പേര് തന്നെ അങ്ങനെയുള്ളവന് ഉള്ള പേരാണ്. ആ അല്ലാഹ് എന്ന പേര് ആദ്യമായി ഒരു കുട്ടിയുടെ ചവിട്ടിൽ കേൾക്കേണ്ടതുണ്ട്. ആത്മീയമായ ഭക്ഷണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയാൻ ആദ്യമായി കേൾപ്പിക്കുന്നത് അല്ലാഹ്. ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ആ മനുഷ്യൻ അവസാനമായി ഉച്ചരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടതും നാം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതും അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരേണ്ടതും മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, സ്വർഗത്തിൽ മുൻകടന്നു പോകുന്ന വിധം ഒരിക്കലും തന്നെ നരകത്തിന്റെ ലാഞ്ചന പോലും ആസ്വദിക്കാതെ രുചിക്കാതെ വിജയികളുടെ കൂടെ നേരെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുന്നൊരു വ്യക്തി അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം ആയിത്തീരുന്നവനാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കതിന് തൗഫീഖ് തരണം റഹ്മാനെ. ആദ്യമായി കേൾക്കുന്നത് അല്ലാഹ്, അല്ലാഹു അക്ബർ. ആദ്യം കേൾക്കുന്നത് അല്ലാഹ്, അവസാനം ഉച്ചരിക്കേണ്ടതും അല്ലാഹ്. ബാങ്കും അങ്ങനെ തന്നെയാണ്. തുടക്കം അല്ലാഹു അക്ബർ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്നതുകൊണ്ട് തുടങ്ങി അല്ലാഹ് എന്നതുകൊണ്ട് അവസാനിക്കുന്നതാണ് ബാങ്ക്. മനുഷ്യന്റെ ജീവിതവും ആദ്യമായി തന്നെ ആരംഭം അല്ലാഹുവിന്റെ പേര് കേട്ടുകൊണ്ട് തുടങ്ങണം. അവസാനം അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് നിൽക്കണം.
ഈ അല്ലാഹ് എന്ന ചിന്ത മനുഷ്യന്റെ ഖൽബിലേക്ക് കടക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ ആരോ അവിടെയാണ് ആത്മീയതയുള്ളത്, അവിടെയാണ് ആത്മാവിന് ശമനമുള്ളത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന്റെ സമാധാനം അവിടെയാണ്. അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയുക. ഓ സഹോദരന്മാരെ, ആ അല്ലാഹു ജല്ല ജലാലുഹു അവനിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയൽ അനിവാര്യമാണ്, ആവശ്യമാണ്. അത് നന്ദിബോധമാണ്. കാരണം ലോകത്തുള്ള ഏത് മനുഷ്യനും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊടുത്ത റബ്ബ് ഏത് മനുഷ്യനും മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി 1000 അനുഗ്രഹം നൽകിയ റബ്ബ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആരും തിരിഞ്ഞു നോക്കണ്ട, എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ ഞാൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് മനസ്സ് തിരിഞ്ഞ മനുഷ്യൻ അവന് ഒരിക്കലും അഹങ്കാരമില്ല, എത്ര വലിയവനായാലും ഇല്ല, ഒരിക്കലും ഇല്ല. നോക്കൂ നിങ്ങൾ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്, എത്ര കറാമത്തുകൾ പ്രകടമായ മഹാനാണ്. അതിപ്പോഴുണ്ടോ പറഞ്ഞാൽ തീരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ റോമൻ ചക്രവർത്തിയുടെ ഒരു പ്രതിനിധി വരുന്നു. വന്നു നോക്കുമ്പോൾ ഒരു മരത്തിന്റെ ചുവടെ തണലിൽ കിടന്ന് വിശ്രമിക്കുന്നു. അലി ഹാദൽ മിസ്കീനി യർതജുൽ മശ്രിഖ് വൽ മഗ്രിബ്. ഈ പാവം മനുഷ്യൻ മരുഭൂമിയിൽ മണലിൽ ഒരു വിരിപ്പ് പോലുമില്ലാതെ മരത്തിന്റെ തണലിൽ കിടക്കുന്ന ഈ പാവം മനുഷ്യൻ, ഈ മനുഷ്യനെ ഭയപ്പെട്ടിട്ടാണോ കിഴക്കും പടിഞ്ഞാറുമൊക്കെ പേടിച്ചു വിറക്കുന്നത്? ഈ മനുഷ്യനെ ഇപ്പോൾ തന്നെ ഞാനങ്ങ് വെട്ടിക്കൊന്നു കളഞ്ഞാൽ ഇവിടെ എന്ത് വരാനാ? ഇദ്ദേഹത്തോട് എന്തിന് ചർച്ച ചെയ്യണം? ഞാനൊരു വലിയ ഭരണാധികാരിയായ രാജാവിന്റെ പ്രതിനിധിയല്ലേ, ഞാൻ ഇദ്ദേഹത്തോട് എന്തിന് ചർച്ച ചെയ്യണം? അദ്ദേഹത്തിന്റെ മനസ്സിൽ പിശാച് തോന്നിപ്പിച്ചത് അങ്ങനെയാണ്. കയ്യിലുള്ള വാള്, അരയിലുള്ള വാള് കയ്യിലേക്ക് ഊരിയെടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വാളും ഊരിപ്പിടിച്ച് കാൽച്ചവിട്ടടിയിൽ മുന്നോട്ട് വെക്കുമ്പോൾ അത്ഭുതം തന്നെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് പടുകൂറ്റൻ സിംഹം നിൽക്കുന്നു. വാവിളന്നു നിൽക്കുന്ന സിംഹം ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വിറച്ച് വിറച്ച് വാള് നിലത്ത് വീണുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉറക്കം തെളിഞ്ഞു. ഒരാൾ അടുത്തു വന്ന് ഇങ്ങനെ വിറക്കുന്നു. എന്താ മോനെ വിശേഷം? ഒന്നുമില്ല. നിങ്ങളെ എന്താ മോനെ വിശേഷം? ഒന്നുമില്ല. എന്തേ വിറക്കുന്നു? ഒന്നുമില്ല. മലമ്പനി പിടിച്ചോ? എന്തേ വിറക്കുന്നു? ഉള്ളതുള്ളതുപോലെ അങ്ങ് പറഞ്ഞു. ഞാൻ വന്നത് നിങ്ങളോടൊരു ചർച്ചക്ക്, വന്നത് റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധിയായി. പക്ഷേ നിങ്ങൾ ഈ പൂഴിയിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോ ഈ വാളുകൊണ്ട് നിങ്ങളെ അങ്ങ് വെട്ടിക്കൊലപ്പെടുത്തിയാൽ നിങ്ങളെ പ്രശ്നം അവസാനിച്ചല്ലോ എന്നെനിക്ക് തോന്നി. ഞാൻ വാളൂരി നിങ്ങളെ വെട്ടാൻ വേണ്ടി കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോ നിങ്ങളുടെ സമീപത്ത് പടുകൂറ്റൻ സിംഹത്തെ കണ്ടു.
ഞാൻ ഭയപ്പെട്ട് വിറച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് മാപ്പ് കൊടുത്തു. സ്പെഷ്യൽ സെക്യൂരിറ്റി, ശമ്പളം കൊടുത്തുള്ള സെക്യൂരിറ്റി ഇല്ല, കൈക്കൂലി കൊടുത്തുള്ള ആളുകളില്ല. പക്ഷേ ബന്ധം അല്ലാഹുവുമായിട്ടാണ്, അല്ലാഹുവിൽ ലയിച്ച മനസ്സാണ്. ദീനിനെതിരെ എന്ത് കണ്ടാലും മനസ്സിൽ വലിയ വിഷമമാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുന്നു. ആ സദസ്സിൽ എല്ലാവരും ദിക്റും ദുആക്കും ഇരിക്കുമ്പോ ഒരാൾ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുന്നു. അവിടെ ഇരുത്തം കൊള്ളുന്നില്ല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഹ്റാബിലുണ്ട്, അഥവാ മിഹ്റാബിന്റെ സ്ഥാനത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളിക്ക് മിഹ്റാബില്ല. അവിടുന്ന് നിസ്കരിച്ച സ്ഥലത്ത് പിന്നീട് മിഹ്റാബ് നിർമ്മിച്ചതാണ്. നബി ചെയ്തതേ ചെയ്യാവൂ എന്ന് പറയുന്ന ചില കക്ഷികളുണ്ട്. അവരെ പള്ളിയുടെ മിഹ്റാബുകൾ പൊളിക്കപ്പെടേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിക്ക് മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്ന് പറയുന്നവരുണ്ട്. അവര് ചിലപ്പോ ചോദിക്കും, മഖ്ബറയുടെ മേലെ ഖുബ്ബയുണ്ടോ നബിയുടെ കാലത്ത്? അവരുടെ പള്ളിയുടെ ഖുബ്ബകളെല്ലാം പൊളിക്കേണ്ടതാണ്. കാരണം നബിയുടെ കാലത്ത് പള്ളിക്കും ഖുബ്ബയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പള്ളിക്ക് മിനാരങ്ങളില്ല. അപ്പോഴവരെ പള്ളിയുടെ മിനാരവും പൊളിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 നിലയുള്ള വീടുണ്ടാക്കിയ മനുഷ്യൻ സമീപത്ത് വന്ന് സംസാരിക്കുകയും സലാം പറയുകയും ചെയ്തപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ട്. 2 നിലയുള്ള വീടുണ്ടാക്കിയവനോട് മിണ്ടാതിരുന്നിട്ടുണ്ട്. അദ്ദേഹം കാര്യം തിരക്കിയപ്പോ സഹാബത്ത്, നിങ്ങളുടെ മാളികപ്പര റസൂലുള്ളാഹി കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് മിണ്ടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ മാളിക പൊളിച്ചിട്ടുണ്ട്. അത് ഹദീസിലുണ്ട്. അന്ന് മാളിക വീടുകളില്ല. മാളിക വീടുണ്ടാക്കുന്നതിനോട് താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറയുന്ന എനിക്കും ഇപ്പോൾ മാളിക വീടുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പള്ളിക്കും മിനാരവും മിഹ്റാബും കുബ്ബയും ഒക്കെയുണ്ട്. അവിടെയൊന്നും റസൂലുള്ളാഹിന്റെ കാലത്തതുണ്ടോ എന്ന് ചോദിക്കാത്ത ചിലർ, മഹാന്മാരെ മഖ്ബറ കാണുമ്പോൾ മാത്രം കുബ്ബയുണ്ടോ മിനാരമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. രോഗം മഹാന്മാരോടുള്ള വിരോധമാണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാര സ്ഥലത്ത്, മിഹ്റാബ് നിൽക്കുന്ന സ്ഥലത്ത് നബി തങ്ങൾ തിരിഞ്ഞിരുന്ന് ദിക്റിനും ദുആക്കും ഇരിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം പലരും മുൻസഫിൽ തന്നെയുണ്ട്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഫർള് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിക്കാതെ എഴുന്നേറ്റ് നിന്നത്. ഉമർ ഇബ്നുൽ ഖത്താബിന് ക്ഷമിച്ചില്ല, സഹിച്ചില്ല. അവിടുന്ന് എഴുന്നേറ്റ് വന്ന് അദ്ദേഹത്തിന്റെ ചുമലിങ്ങി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കൂ അവിടെ. കുട്ടികൾ സൈക്കിളിന്റെ ട്യൂബിന് കാറ്റ് കൊടുക്കുന്നത് പോലെ ചുമല് പിടിച്ച് അമർത്തി താഴോട്ട് അമർത്തിയിട്ട് ഇരിക്കൂ അവിടെ. ഫഹസ്സഹു ഹസ്സതൻ വഖാല ഇജ്ലിസ്, അവിടെ പിടിച്ചിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഹ്റാബിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട്, അസാബല്ലാഹു ബിക യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മകനായ ഉമറേ, നിന്നെ കൊണ്ട് അല്ലാഹു സത്യത്തെ എത്തിച്ചിരിക്കുന്നു എന്നൊരു സപ്പോർട്ടിന്റെ വചനം. ആ നിലക്ക് ഒരു കറാഹത്ത് പോലും ചെയ്യാൻ അനുവദിക്കാതെ, ഇമാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് മഅ്മൂമി എഴുന്നേൽക്കുന്നത് കറാഹത്താണ്. തഖ്ദീമിന്റെ ജംആക്കി നിസ്കരിക്കുന്ന നിസ്കാരമാകുമ്പോ
ആദ്യത്തെ നിസ്കാരം കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ ഫർദ് നിസ്കരിക്കണം. അങ്ങനെ വരുമ്പോൾ ഉടനെ തന്നെ എഴുന്നേൽക്കണം. ഇമാം എഴുന്നേൽക്കുന്നത് കാത്തിരുന്നുകൂടാ. അതുപോലെ പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിലല്ലാതെ ഇമാം എഴുന്നേൽക്കുന്നത് വരെ മഅ്മൂമി എഴുന്നേൽക്കാൻ പാടില്ല. കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണ്. ഫർളിന്റെയും സുന്നത്തിന്റെയും ഇടയ്ക്ക് വിടവില്ലാതെ സുന്നത്ത് നിസ്കരിക്കുന്നതും നല്ലതല്ല. ഓ മുഅ്മിനീങ്ങളെ, ഈ ഒരു നല്ലതല്ലാത്ത കാര്യം ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ നോക്കി നിൽക്കാൻ സാധിക്കാത്ത ഈമാനിക ആവേശമുള്ള മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് വെറുതെയല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ കുന്ത സാലികൻ ഫജ്ജൻ ഇല്ലാ കാന ശൈത്താനു സാലികൻ ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ നബി തങ്ങളെ മുന്നിൽ വെച്ച് അല്പമൊക്കെ അതാ ശബ്ദത്തോടെ സംസാരിക്കുന്ന സ്ത്രീകൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ കണ്ടപ്പോൾ ഒരൊറ്റ ഓട്ടമോടി ഒളിച്ചു കളഞ്ഞു. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നങ്ങ് പുഞ്ചിരിച്ചു പോയി. എന്താണ് നബിയെ തങ്ങൾ ഞാൻ കയറി വരുമ്പോ ചിരിക്കുന്നത്? ഉമറേ, ചിരിക്കാൻ കാരണം എന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ വലിയ ജോറ് പറഞ്ഞ പെണ്ണുങ്ങൾ നിങ്ങൾ കയറി വരുന്നത് കണ്ടപ്പോ അവര് പേടിച്ചിട്ട് ഓടി ഒളിക്കുന്നത് കണ്ടപ്പോ ഞാൻ ചിരിച്ചുപോയി. ഇത് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, യാ അദുവാതി അൻഫുസിഹിന്ന, ശരീരങ്ങൾ ആക്രമിച്ച സ്ത്രീകളെ, എന്നെയാണോ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ പരിഗണിക്കുന്നത്? എന്നെയാണോ ആദരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീകൾ പിന്നെന്ന് വിളിച്ചു പറഞ്ഞു, ഉമറേ, നിങ്ങളെ ബഹുമാനിച്ചതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത വിട്ടുവീഴ്ച ചെയ്യുന്ന കാരുണ്യത്തിന്റെ പ്രവാചകരായതുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് അപാകതയുണ്ടെങ്കിലും അവിടുന്ന് അതെല്ലാം സഹിച്ചേക്കും. നിങ്ങളെ ബഹുമാനിച്ചിട്ടല്ല, പേടിച്ചിട്ടിങ്ങി പോന്നതാണ് എന്ന് സ്ത്രീകൾ മറുപടി പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞതാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ അധികാരത്തിലാണോ അവനെ തന്നെയാണ് സത്യം. ഓ ഉമറേ, നിങ്ങളൊരു റൂട്ടിലേക്ക് കടന്നാൽ അവിടെ എങ്ങാനും പിശാചി കടന്നു വരുന്നുണ്ടെങ്കിൽ അവൻ റൂട്ട് മാറ്റിയിട്ടല്ലാതെ പോവുകയില്ല ഉമറേ. അത്രയും പിശാചിന് ഭയമുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എത്രയോ കറാമത്തുകൾ കണ്ട നേതാവ്. പക്ഷേ മനസ്സ് തിരിഞ്ഞതെങ്ങോട്ടാണ്? സ്വന്തം ശരീരത്തിലേക്കല്ല. പലരുടെയും മനസ്സ് തിരിയുന്നത് സ്വന്തം ശരീരത്തിലേക്കാണ്. അങ്ങനെയാണ് പലരും ഞാൻ 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 എന്ന ചിന്ത വരുന്നത്. ഈ ഞാൻ ഞാൻ എന്ന ചിന്ത അത് ശൈത്താനിന്റെ ചിന്തയാണ്, ഇബ്ലീസിന്റെ ചിന്തയാണ്. അതല്ലേ അതെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാൻ അല്ലാഹു കൽപ്പിച്ചപ്പോ അന ഖൈറും മിൻഹു, ഞാൻ ഖൈറും മിൻഹു, ആദമിനേക്കാൾ ഉത്തമനാണെന്ന് ഇബ്ലീസ് അഹങ്കാരം പറഞ്ഞില്ലേ? അബാ വസ്തക്ബറ, അവൻ അഹങ്കരിച്ചുവെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ എന്ന ചിന്ത, ഞാൻ എന്ന ആലോചന അത് അഹങ്കാരമാണ്. അതുകൊണ്ടല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞത് മഹാന്മാരെ ദിക്റാണ്, മാ അന ഇല്ലാ അന്ത, മാ അന ഇല്ലാ അന്ത, ഞാനില്ല അല്ലാഹ്, ഇല്ലാ അന്ത, നീ മാത്രമേ ഉള്ളൂ അല്ലാഹ്. ഞാനെന്ന ചിന്ത എനിക്കില്ല, എനിക്ക് ഞാൻ നിലനിൽപ്പ് കാണുന്നില്ല, ഞാനിവിടെ ഒന്നുമല്ല
കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു, എന്നെ നീ ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. ഞാനിവിടെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതേ നിലക്കുണ്ടാവുകയില്ല. ഞാനെന്ന് പറയാൻ എനിക്കൊന്നിനും കഴിയില്ല, ഒന്നും വിവരമില്ല, ഒന്നിനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഞാനില്ല, ഇല്ല അന്ത, നീ മാത്രമേ ഉള്ളൂ അല്ലാഹ്. ലദുൽ ബസായിരി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദുഹുലി അനിൽ അസർ. അല്ലാഹുവിനെ മാത്രമേ അവർ ഉള്ളതായി കാണുന്നുള്ളൂ, അല്ലാത്തത് ഉള്ളതിൽ പറയാനില്ല. നമ്മൾ ചിലപ്പോൾ പറയും, ഒരു ബസ് ഇങ്ങനെ പോകുന്നു ഹൈവേ റൂട്ടിലൂടെ, അതിലാകെ ഡ്രൈവറും കണ്ടക്ടറും രണ്ടാളും മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ബസ് കണ്ടാ പറയും, ആ ബസ്സിൽ ആരുമില്ല. ആരുമില്ലേ, പിന്നെ എങ്ങനെ ബസ് ഓടുന്നത്? അപ്പോൾ ഉള്ളതിൽ പറയാനില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആരുമില്ലെന്ന് പറഞ്ഞാൽ ഉള്ളതിൽ പറയാനില്ല. ഇതുപോലെ മഹാന്മാര് പറഞ്ഞു, ഞാനില്ല, അഥവാ ഞാൻ ഉള്ളതിൽ പറയാനില്ല. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഉള്ളതില്ല. കാരണം അതൊന്നും ഉള്ളതിൽ പറയാനില്ല. ഉള്ളവനായി പറയാൻ ഒന്നേ ഉള്ളൂ, ഒരുവനേ ഉള്ളൂ, അതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, അവനേ ഉള്ളതിൽ പറയാനുള്ളൂ, മറ്റുള്ളതൊന്നും പറയാനില്ല. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹലത സായിലു. അല്ലാഹ് മാത്രമേ ഉള്ളതിൽ പറയാനുള്ളൂ. ആ അല്ലാഹുവിൽ മനസ്സിലയിച്ച മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് വളരെ വലിയ മഹാനാണെങ്കിലും ഞാനൊരു മഹാനാണെന്നൊരിക്കലും ചിന്തിച്ചില്ല, ഞാനൊരു വലിയവനാണെന്ന് ആലോചിച്ചില്ല. എന്ന് മാത്രമല്ല, വലിയവനായ റബ്ബിന്റെ മുന്നിൽ എന്റെ ജീവിതത്തിന്റെ വിജയം എങ്ങനെയാണ് അല്ലാഹ്, ആ ചിന്തയിലാണ് അവിടുന്ന് ജീവിച്ചു വന്നതെന്ന് മാത്രമല്ല, സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമായി നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അബൂ ലുലൂത്ത് എന്ന ഭീകരവാദിയുടെ കുത്ത് കിട്ടി. ആ കുത്തുകൊണ്ടിട്ട് മറിഞ്ഞു വീണുപോയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ആ കുത്തിയ മനുഷ്യനെ പിടികൂടാൻ വേണ്ടി അതാ സഹാബത്ത് പരിശ്രമിച്ചപ്പോ കയ്യിലുള്ള കടാരി കൊണ്ട് 13ഓളം ആളുകളെ അവൻ കുത്തിക്കളഞ്ഞു. 6-7 ആളുകൾ അവിടെ തന്നെ പിടഞ്ഞു മരണപ്പെട്ടു പോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിസ്കാരത്തിന്റെ ജമാഅത്ത് പൂർത്തീകരിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എടുത്തുകൊണ്ടുപോയി കിടത്തിയ സ്ഥലത്ത് അതാ കുടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആമാശയത്തിന് പറ്റിയ മുറിയുടെ ഉള്ളിലൂടെ വെള്ളം ഒഴിഞ്ഞുപോയി. ആ സമയത്ത് ഇനി ഏതായാലും ഞാനിവിടെ ജീവിക്കുകയില്ലെന്ന ധാരണ ഉറപ്പിക്കാവുന്ന അവസരമാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടിക്കരയുന്നു. മുസ്ലിമീങ്ങളെ, എന്തിനാണ് കരഞ്ഞത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമീപത്ത് വന്ന് കരയല്ല, സങ്കടപ്പെടല്ല, നിങ്ങളൊന്ന് സമാധാനിക്കൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത താല്പര്യമുള്ള ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഒരു സാധാരണ പണ്ഡിതനല്ല, സ്പെഷ്യൽ പൊരുത്തം വാങ്ങിയ പണ്ഡിതനാണ്. ആരെ പൊരുത്തമാ വാങ്ങിയത്? അത് ലോകത്ത് ഏറ്റവും വലിയ പൊരുത്തം വാങ്ങേണ്ട നേതാവിന്റെ പൊരുത്തമാണ്. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോട് ചേർത്ത് പറഞ്ഞ അതേ
വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു, അവർക്ക് പൊരുത്തം വാങ്ങാൻ ഏറ്റവും അർഹതപ്പെട്ടവർ അല്ലാഹുവും അവന്റെ റസൂലുമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ പൊരുത്തം അല്ലാഹുവിൻ്റേത് കിട്ടണമെന്ന് പറയുമ്പോ അതിനോട് ചേർത്ത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ പൊരുത്തം വാങ്ങേണ്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിസർജനാവശ്യത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുവന്ന് വെച്ചത് കാണുന്നു. ആരോടും വെള്ളം കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ തിരിച്ചു വരുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് വെച്ചത് കാണുന്നു. ഉസ്താദ് പള്ളിയിൽ ദർസ് നടത്തി ഇറങ്ങിപ്പോകുമ്പോൾ സാധാരണ പോകുന്ന വാതിലിന്റെ അടുക്കൽ ഒരു ശിഷ്യൻ ചെരിപ്പ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ചെരിപ്പ് അവിടെ കൊണ്ടുപോയി വെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഉസ്താദിന്റെ പൊരുത്തം ചിന്തിച്ച ശിഷ്യൻ ചാൻസ് നോക്കി എടുത്ത പണിയാണ്. ഓ സഹോദരന്മാരെ, മഹാനായ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെള്ളം ഒരുക്കി വെച്ചത് കണ്ടപ്പോ ആരാണ് ഈ വെള്ളം ഇവിടെ വെച്ചതെന്ന് അന്വേഷിച്ചു. അത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, പിതൃ സഹോദരന്റെ മകൻ, ചെറുപ്പക്കാരനായ മുതഅല്ലിം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്ന് മറുപടി കിട്ടിയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അണച്ചൊന്ന് കൂട്ടിയിട്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, ഇബ്നു അബ്ബാസിന് നീ ഖുർആൻ പഠിപ്പിക്കണേ അല്ലാ, ഖുർആൻ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ. പൊരുത്തത്തോടെ ഒരൊറ്റ പ്രാർത്ഥനയാണ്. ഇമാം ബുഖാരി അത് സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് തന്നെയല്ലേ റഈസുൽ മുഫസ്സിരീൻ, ലോകത്തെ ഏതെല്ലാം ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ടോ എല്ലാവരുടെയും നേതാവായി എണ്ണപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥാനത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരോധിക്കപ്പെട്ടു. അപ്പോൾ നമുക്കവിടെ ഒരു വിഷയം മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഗ്രന്ഥമല്ല, പലർക്കും ഒരുപാട് മനസ്സിലാകുന്ന ഗ്രന്ഥമാണ്. അപ്പൊ എല്ലാവരും ഖുർആൻ നോക്കിയാൽ കാര്യം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇത് സ്പെഷ്യൽ ദുആ കിട്ടിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുകയാണെങ്കിൽ പിന്നെ ഖുർആൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ അതിന് വ്യത്യാസം ഉണ്ട്. ഒന്ന്. രണ്ടാമത്തത്, പൊരുത്തം വാങ്ങിയവർക്ക് അല്ലാഹു ഖൽബിലിട്ട് കൊടുക്കുന്ന ഇൽമ് അത് പലപ്പോഴും വായിച്ചു പഠിക്കുന്ന ഇൽമല്ല, അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായ ഇൽമ്. അതിന് പൊരുത്തം വേണം. പൊരുത്തം വാങ്ങേണ്ടവരുടെ ഒക്കെ പൊരുത്തം വാങ്ങണം. ദുആ ലഭിച്ചവർക്കുള്ള ഇൽമ്, മഹാന്മാരുടെ പ്രാർത്ഥന ലഭിച്ചവർക്കുള്ള ഇൽമ്, അത് വലിയ ഫലവത്തായ ഇൽമാണ്. ഇരിക്കട്ടെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നു ഖത്താബിന് വലിയ താല്പര്യമാണ്. റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടിയ മുതഅല്ലിമാൻ, വല്ലാത്ത ഫഹമുള്ള മഹാനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് സമാധാനിപ്പിക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് സമാധാനിക്കണം, നിങ്ങൾ ഇസ്ലാമിലെ 40ാമത്തെ മെമ്പറാണ്, പണ്ടേ ഉള്ള ആളാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ ഇബ്നു അബ്ബാസ് തങ്ങൾക്കും പറയാനുള്ളത് പൊരുത്തമാണ്. ആരാണ് ഉമർ ഇബ്നു ഖത്താബ്? കറാഹത്ത് ചെയ്യാറില്ല, ചെയ്യാൻ അനുവദിക്കാറില്ല. ഒരൊറ്റ നിസ്കാരത്തിന്റെ ജമാഅത്ത് തോട്ടം കാണാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് നഷ്ടപ്പെട്ടതിനാൽ തോട്ടം അപ്പോൾ തന്നെ ധർമ്മം ചെയ്ത സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, വളരെയേറെ സൂക്ഷിച്ച് ജീവിച്ച വല്ലാത്ത ദുഷ്കമുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സ്വന്തം ഭാര്യയ്ക്ക് പായസം കുടിക്കണമെന്നൊരു മോഹം. പക്ഷേ അതിന് ആവശ്യമുള്ള ധാന്യം ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊതുസ്വത്തിൽ നിന്ന് കൊടുത്തില്ല. പൊതുസ്വത്ത് എന്റെ ഭാര്യയ്ക്ക് പായസം കുടിക്കാനുള്ളതല്ല,
എന്റെ ഭാര്യന്റെ ചെലവിന് മാത്രം ഈ പൊതുസ്വത്തിൽ നിന്ന് കൊടുക്കും, സർക്കാരിൽ നിന്ന് കൊടുക്കും. പായസം വെച്ച് വിളമ്പാനുള്ളതല്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ബസ്സിൽ കയറി പോവുകയും പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ കാറിൽ കയറി പോവുകയും ചെയ്യുന്നവരില്ലേ? കാരണം വാടക പള്ളി കമ്മിറ്റിയാണല്ലോ. സുബ്ഹാനല്ലാഹ്. സ്വന്തം ആവശ്യത്തിന് പോകുമ്പോൾ വെറുംചോറ് തിന്നുകയും അതേ സമയത്ത് കമ്മിറ്റിയുടെ ആവശ്യത്തിന് പോകുമ്പോൾ ബിരിയാണി തിന്നുകയും ചെയ്യുന്നവരില്ലേ? ആ ഒരു സ്വഭാവം മഹാന്മാരുടെ സ്വഭാവത്തിലില്ല.